ഹലോ ഹായ് ഞാൻ ഷമീം. അപ്പോൾ നമ്മുടെ നോമ്പ് തീരാറായി. അപ്പോൾ ആ തീരാറായ സമയത്തും സ്നാക്സ് റെസിപ്പീസ് ഇങ്ങനെ കയറുന്നുണ്ട്. മധുഹൂത്തിന് നല്ല റിവ്യൂ ആയിരുന്നു, കുറേ പേര് ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല റിവ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ചില സ്നാക്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് റിവ്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്കും നമ്മുടെ ക്രേപ്പിൽ നമ്മുടെ ചിക്കൻ ഫോൾഡ് ചെയ്തിട്ട് വരുന്ന അടിപൊളി സാധനമാണ്. മസ്റ്റ് ട്രൈ ആണ്. എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വൈഫിൻ്റെ റെസിപ്പിയാന്ന് പറഞ്ഞിട്ടില്ലേ, മൂപ്പര് വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ തുടങ്ങാം അല്ലേ. ചിക്കൻ നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ, ചിക്കൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് എടുക്കുന്നു, വെള്ളം കുറച്ച് ഒഴിക്കുന്നത് മതി, വെള്ളം മതി. ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ, വാഷ് ചെയ്ത് വെച്ചതാണ്. പെപ്പറും ഉപ്പും ഇട്ട് കൊടുക്കാം അല്ലേ. അന്വേഷണം തരാം അടുത്ത. എന്നാ ഉപ്പ് ഇതാ. അപ്പോൾ പെപ്പർ, ഉപ്പ്, ഒറിഗാനോ ഈ മൂന്നും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ മാത്രം എടുക്കുക കേട്ടോ അതിനകത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. അനൂഷ അതിൻ്റെ ഇടയിൽ നടുവിൽ നടുവ് കയറിയതാണ്. ചിക്കൻ നമ്മൾ നേരെ മിക്സിയിലേക്ക് ഇടുകയാണ്. പക്ഷേ ചൂട് പോയിട്ട് നമ്മൾ മിക്സി ഒന്ന് പൊടിച്ചെടുക്കുള്ളൂ കേട്ടോ. വെള്ളം അതിൽ തന്നെ ഉണ്ട്, ചെറിയ കുറച്ച് സ്റ്റോക്ക് അതിനകത്ത് തന്നെ ഉണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്ന് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കും, അത് വെച്ചിട്ട്. ഇതൊന്ന് തണിയട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, കുറച്ച് ഒരു പിടിക്ക് മൈദ കേട്ടോ, നമ്മൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്കേ ഇടുള്ളൂ, അത് മതി. മൈദ ഇട്ടു, പിന്നെ അതിലേക്ക് പതുക്കെ പാല് കൊടുക്കാം. അത് നല്ല കുറുകി ടൈറ്റായി വരുമ്പം നമ്മൾ ഈ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തത് അതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്തിരി പാലും കൂടെ ഒഴിക്കുക. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ, മതി. ഒന്ന് മിക്സ് ചെയ്യും. അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് മതിയോ. കുറച്ച് ക്യാപ്സിക്കം, നിങ്ങൾ ഉള്ള ക്യാപ്സിക്കം യൂസ് ചെയ്താൽ മതി. നമ്മുടെ പിന്നെ യെല്ലോ, ഗ്രീനോ, റെഡോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ടിട്ടില്ല. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അത് പൾസ് ചെയ്യുക. ഇതാ തുറന്ന് നോക്കാം. കുറച്ചും കൂടി നല്ല ചൂടുണ്ട്, അതാണ്. യെസ്, ഓക്കെ. ഇതാ അപ്പോൾ ചിക്കൻ നമ്മൾ പൾസ് ചെയ്തെടുത്ത കണ്ടില്ലേ, ഈ രീതിയിലായിരിക്കും. ഇതാ കണ്ടില്ലേ, അത് നേരെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അളവാണ്. ചിക്കൻ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ സ്റ്റോക്കിലേക്ക് ഇട്ടിട്ടുണ്ട്, അതാണ് രണ്ടാമത് ഇടാത്തത്. ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ, നല്ല ഫൈൻ ചോപ്പാണ്. കിടിലൻ റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഫില്ലിങ് നിങ്ങൾക്ക് ഏതിലും ചെയ്യാം. പക്ഷേ ക്രേപ്പിൽ വരുമ്പം അതിൻ്റെ ഭയങ്കര സോഫ്റ്റ്നെസ് ആയിരിക്കും. ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റാണ്. ഇനി കുറച്ച് ഒറിഗാനോ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ക്രേപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ പിന്നെ ഇതിൽ ക്രേപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ഗീ എടുത്തിട്ട് ബ്രഷ് ചെയ്യുക. അപ്പോൾ ക്രേപ്പിനുള്ള മിക്സിങ് റെസിപ്പി എന്ന് പറയുന്നത് 1.5 കപ്പ് മൈദക്ക് 1 മുട്ട, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക, കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമ്മൾ കൈകൊണ്ട് എടുക്കലും മറിച്ചിടലും ഒന്നല്ല, നേരെ ഈ പാനിനെ നേരെ തിരിച്ചിതിലേക്ക് ഇതിലൊരു ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫോൾഡ് ചെയ്യാം. പിന്നെ ഇത് ആക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ളത്, പാന് നല്ല ചൂടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മൊസറല്ല ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇത് മതിയോ, കുറച്ചും കൂടി. എന്നിട്ട് ഇതൊരു സ്കൂപ്പ് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. 1 by 1 തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ദോശ ഇട്ടിട്ട് ലാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ദോശ എടുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. 1 by 1 ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല നീറ്റിൽ കിട്ടും.
ഇതൊന്നും ചെയ്തില്ലേ, അത് നമുക്ക് മാറ്റി വെക്കാം. ആ ഇപ്പം കണ്ടൊരു ഫോൾട്ട് കാണിക്കാം. ഇത് വെച്ചു ആ ചൂടോടെ തന്നെ വലിച്ചപ്പാണ് ഇത് പൊട്ടിയത്. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചേഞ്ച് വന്നാൽ അന്നേരം നിങ്ങളൊന്ന് നേരാക്കാൻ നിന്നാൽ മതി കേട്ടോ. അത് നോട്ട് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്താണ്, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇവിടെ ഇത് ഒരു പാന് വെക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച സാധനം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഗീ ഇടണം. ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് തട്ടിക്കാം, എന്നിട്ട് വെക്കാം. ഇതേപോലെ എല്ലാ പീസസും നമ്മൾ സാധനം സെറ്റായി. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഡിഷാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള മസാല ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ. ഇവിടെ നന്നായിട്ട് കസ്റ്റമർ വാങ്ങുന്ന ഒരു സാധനമാണ്. വാങ്ങുമ്പോൾ തന്നെ ചോദിക്കും ഇതിൻ്റെ റെസിപ്പി എന്താണ്. ഒന്ന് ഗീ തട്ടണം കേട്ടോ എല്ലായിടത്തും. ഒന്ന് ഇത് മറിച്ചിടുന്നുണ്ടേ. ഇതിൻ്റെ ഉള്ളിൽ ചീസുള്ളോട് ചീസ് പെട്ടെന്ന് ഇങ്ങനെ മെൽട്ടാവുമല്ലോ, അതുകൊണ്ട് സൂക്ഷ്മത വേണം കേട്ടോ. പിന്നെ മുട്ടയും സാധനം റെഡിയായി, സെറ്റാണ്. ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം. നോമ്പ് മുറിക്കട്ടെ. ഇപ്പോൾ ഇതാ 6:05. ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളെ നോമ്പുറെല്ലാം കഴിഞ്ഞ് അല്ലേ അനുഷ? ഇന്ന് എത്ര നോമ്പെടുത്തിന്? ഇന്നല്ല, മൊത്തം 3 നോമ്പെടുത്തല്ലേ? ഇന്ന് നോമ്പുണ്ടേനാ? തിന്നാ? ഇതിഷ്ടാണാ? എന്നാൽ ചിലപ്പോൾ എന്നാൽ മമ്മ കൊടുക്കാത്. മമ്മ കൊടുക്കും, മമ്മൻ്റെ റെസിപ്പിയാ. ഫോൺ ഇത് കണ്ടില്ലേ, സമൂസ നിന്നത് പോലല്ല, ഭയങ്കര സോഫ്റ്റാ അല്ലേ? AC കാരണം തണുത്തിന്. അത് ഷൂട്ട് ചെയ്ത് ഫോട്ടോ എല്ലാം എടുത്ത് അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ സമയമില്ല. നോമ്പ് മുറിച്ചിട്ട് ആ സമയമായി. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് തന്നെ, ഭയങ്കര സോഫ്റ്റാണ്. അത്രയും എന്താ പറഞ്ഞാൽ നമുക്ക് ഈ പല്ല് വേദനയൊക്കെ ഉള്ളവർക്കും വേണമെങ്കിൽ ഇത് അങ്ങനെ ചവക്കുമ്പോൾ ബുദ്ധിമുട്ട് അതൊന്നും ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും. എന്നാ അതാണ് അടിപൊളി, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് മുഴുവനും ഡെസേർട്ടിൻ്റെ എപ്പിസോഡാണ്. അത് വേറെ ആക്കാം. ഡെസേർട്ടിൽ വെച്ചാൽ ഇതിനുള്ള പുഡിങ് അല്ലെങ്കിൽ ഡെസേർട്ട് അങ്ങനത്തെ 2-3 എപ്പിസോഡായിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ, മറന്നു പോകല്ല. അപ്പോൾ ആ കഴിക്ക്. അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അപ്പോൾ നമുക്കെന്താ ബൈ പറയാം. മമ്മയോട് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരോടും ഈദ് മുബാറക്ക് പറഞ്ഞോ, ഒന്നുകൂടെ അഡ്വാൻസ്. ഈദ് മുബാറക്ക് പറഞ്ഞോ. ഇനി പെരുന്നാളല്ലേ വരാൻ പോകുന്നു. അപ്പോൾ ഈദ് മുബാറക്ക് അല്ലേ? ബൈ.